his leg. इंडिया मिलेगी इंग्लैंड से 1 जुलाई से जुलाई का मजा सिर्फ सोनी स्पोर्ट्स नेटवर्क के टीवी चैनल्स पर। എന്താടേ വാട്സാപ്പ് എന്റെ തക്കുടു കുട്ടന്മാരെ, എന്റെ ചക്കര കുട്ടികളെ, കെവിന്റെ തക്കുടു കുട്ടന്മാരെ, എല്ലാവരും വന്ന് രസം പിടിക്ക. നമ്മുടെ കന്നി വീഡിയോ അപ്പായിട്ടുണ്ട്. കണ്ടു കണ്ടു മതിമറന്നോളൂ. ലൈക്സിന്റെ ദേവി ആരുടെ ഓമനയാ? ഓമനയാ ഓമനയാ അവളാരുടെ ഓമനയാ? ഗോർമിൻ ആൻഡി, ഡിൻചാക് സിംഗ്, വിപിൻ ദോർത്ത ആൻഡ് 890 others have liked the video. 890? പട്ടിപ്പൂച്ച വീഡിയോകൾക്കായി ഡാറ്റ മുഴുവനും പാഴാക്കി നിങ്ങൾ വല്ല അലവലാദികളെയും സ്റ്റാർ ആക്കിക്കോ. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പാവത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഞാൻ ഇനി നിങ്ങളോട് മിണ്ടില്ല. കുറച്ച് സംസാരിക്കാട്ടോ. What a freaky sneaky ninja. നിനക്ക് രസിക്കുന്നുണ്ടല്ലേ കള്ള പന്നി? കമന്റ് വായിക്കടാ. കമന്റ് വായിക്കുന്നതല്ലേ നിനക്ക് രസം. കെവിൻ, നീ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്ക് കോടി കോടി നമസ്കാരം. നമസ്കാരം വരവേച്ചിട്ടുണ്ട്. കെവിൻ, നിന്റെ പപ്പിയെ എടുത്തോളാം മോനെ. എന്റെ പൊന്നു ചേട്ടായി, നിങ്ങൾക്കെന്താ പറ്റിയത് ബ്രദർ? ഉമ്മ വെച്ച് കൊന്നല്ലോ. രേണുക ദർ ഫക്കിംഗ് ഫഗട്ട്. കണ്ടില്ലേ, ഇതാണ് ശരിക്കുള്ള കമന്റ്. ഇതുപോലെ മുഖത്തടിച്ച കമന്റ്. ഇത്തരം കമന്റുകൾക്കുള്ള മറുപടി എന്താണെന്നറിയോ? ബോൾസ്. പിന്നെ കുറച്ച് തെറ്റി. സത്യത്തിൽ നിന്നെ ആരോ തേച്ചിട്ട് പോയി അല്ലേ? പിന്നെ എങ്കിൽ നമുക്ക് പിന്നെ കാണാം. എല്ലാരും വിരലിൽ എണ്ണിയിട്ട് ബട്ടൺ അമർത്തി ലൈക്സ് കൂട്ടിക്കോ. ഈ ചേട്ടനൊന്ന് ഉഷാറാക്ക. 1,00,000 കേട്ടല്ലോ. ലൈക്ക് ഷെയർ കമന്റ് ചെയ്യൂ. 1,00,000 വേണം. ലൈക്ക് ഷെയർ കമന്റ്. ഓക്കെ, ബൈ. ദിവാലിഷ. താൻ എവിടെയാ? ഓ ഋഷി ബാബ. വാട്സാപ്പ്. ദീപാലിഷ അളിയാ, ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. ബീപ്പറിൽ ബീപ്പ് ചെയ്തു. പോളോഗ്രിഡിൽ DM ചെയ്തു. എന്നിട്ടെന്താ? ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തില്ല. ബീപ്പിന് മറുപടി തന്നില്ല. ഭുവൻ ബാമിനെയും ആശിഷ് ചഞ്ചനാലെയും മറ്റേ ആരൊക്കെ ഫോളോ ചെയ്യാമെങ്കിൽ പിന്നെ എന്താ എന്നെ ഫോളോ ചെയ്യാത്ത? ഐ ആം ഓൾസോ ബ്ലൂടിക് മാൻ. ബ്ലൂടിക് എന്നാ ടാറ്റു ചെയ്തേക്ക്. വെറുതെ സമയം കളയല്ലേ. ഐ ആം ബിസി. അതെന്താ അത്ര ബിസി? റിച്ചയുടെ സുംബ സ്റ്റോറി ചെക്ക് ചെയ്യുന്നതാണോ? അല്ല. പിന്നെന്താ? പോന്നോം മിൽക്ക് ബുബീസ് വെച്ച് മീ. അല്ലടാ. എല്ലാ കള്ളങ്ങളും പിടിക്കപ്പെട്ടിട്ടും താൻ എങ്ങനെയാ പോക്കറിൽ ജയിക്കുന്നത്? 10,000 രൂപയാ പോക്കറിൽ നിന്ന് കിട്ടിയത്. നീ പോയി എടുത്ത വീഡിയോ ചെയ്യാൻ നോക്ക്. അതുകൊണ്ടല്ലേ കോൾ ചെയ്ത്. ആക്ടിങ് ചെയ്യുന്നോ? തനിക്ക് പറ്റിയ റോളാടോ. നല്ല കിളി പോലുള്ള പെണ്ണുങ്ങളുടെ കൂടെ ചെയ്യാന്നേ. അതൊന്നും വേണ്ടടാ. ഒരു തവണ ചെയ്തു മടുത്തതാ. ഞാനിനിയില്ല. പറഞ്ഞില്ലേ നിന്നെ സ്റ്റാർ ആക്കാടാ. സ്റ്റാർ ഒന്നും വേണ്ടടാ. ചെല്ലി. ഞാനല്പ തിരക്കില്ല. അതെ, 1 മിനിറ്റ് നിന്നേ പോവല്ലേ. നീ അങ്ങോട്ട് ചെന്ന് ആ റോഹന്റെ പ്രൊഫൈലൊന്ന് നോക്ക്. എനിക്കൊന്നും കാണണ്ട. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ കിട്ടും. നീ ഒന്ന് പോയി നോക്ക്. കിട്ടുമായിരിക്കാം, പക്ഷെ കാണണ്ട. ഞാൻ ഈ ഗെയിം കളിച്ചോട്ടെ. ഫ്രഷ് ചരക്കാടാ. ഫ്രഷ് ആൻഡ് സിസ്ലിംഗ്. ശരിക്കും? ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് വേഗം വാ ചങ്ങായി. എവിടെയാ? എവിടെയാ? വോൾ നോക്ക്. മുകളിൽ നിന്ന് താഴെ വരെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഈ മുകളിൽ കാണുന്നതാണോ? ഓ അളിയ, ഇതിലെത്ര പെണ്ണുങ്ങളാടാ? ഓഹോ, കമന്റ് വായിക്ക. നിനക്ക് വേണ്ട ചീസും പനീറും എല്ലാം അതിന്ന് കിട്ടും. അത് ശരിയാ.
Oh, this is my favorite one, baby. Mine too, baby. Oh, couple girls. Oh, you guys look so cute together. Kyung kyung. Yeah, sugar bum. അതെ നിനക്കൊരു പണിയുണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്തേക്ക് ഷുഗർ ബം. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ദേ കോണ്ടന്റ് കണ്ടോ, കോണ്ടന്റ് ലൈക്ക് അടിച്ചോ. ആരുടെ മെസ്സേജാ? ആരുമില്ലടാ. ആലോചിച്ചിരിക്കണോ റിച്ചയ്ക്ക് എന്ത് റിപ്ലൈ കൊടുക്കുമെന്ന്. യോ ഫണി. ദേ പോയി അവൾ ഓഫ്ലൈനായി. ഇനി നീ ഒരാഴ്ച ഇതും ആലോചിച്ച് അവിടെ ഇരുന്നോ. പിന്നെ അവൾക്ക് നീ കോൾ ചെയ്യും. അവളപ്പോ ചോദിക്കും ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്തപ്പോ നീ എന്താണ്. മമ്മി. മമ്മി. ക്യാമറ ഒന്ന് ശരിയാക്ക്. അതാണല്ലോ മുഖം ശരി. ശരിക്കും ഒരു കാണിക്കണം മിനിറ്റ്, മമ്മി. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഹലോ ഹലോ ചേട്ടാ, നമസ്കാരമുണ്ട്. മമ്മി എന്തിനാ കരയുന്നത്? എനിക്കിവിടെ സുഖാണ് മമ്മി. കണ്ടില്ലേ നല്ല ഭക്ഷണമാ. നീ എന്താ കഴിക്കുന്നേ? ഇത് കണ്ടില്ലേ, ഇതാ കോൺഫ്ലേക്സ്. നീ എന്തൊക്കെയാ മോനെ കഴിക്കുന്നേ? ഇതൊക്കെയാണോ നിന്നെ പഠിപ്പിച്ചു വിട്ടത്? നല്ല ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചൂടെ? എന്തിനാ കരയുന്നേ? കേക്കുന്നില്ലേ? അങ്ങോട്ട് ഒന്ന് മാറിയിരിക്കടാ. അങ്ങോട്ട് നീങ്ങടാ. ശരി ശരി. ഡാ മക്കളെ, സുഖാണോ ഡാഡി? സുഖം തന്നെയാ മോനെ. നിനക്കവിടെ സുഖം തന്നെയല്ലേ? എന്താ മോനെ, നിന്റെ ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? നന്നായി പോകുന്നു ഡാഡി. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. കാശൊക്കെ സൂക്ഷിച്ച് ചെലവാക്കണേ. ശരി ഡാഡി. പിന്നെടാ മോനെ, പുതിയ വീടൊക്കെ നിനക്ക് ഇഷ്ടായല്ലോ അല്ലേ? ഇഷ്ടായി ഡാഡി. എങ്കി ഒന്ന് കാണിച്ചോടാ. ആ, ഒന്ന് കാണിച്ചു താടാ ഭയങ്കര മോനെ. താല്പര്യമാ. ഇതാ ഡാഡി, മുകളിലെ എന്റെ സ്റ്റഡി. വെരി ഗുഡ്. നിന്റെ സ്റ്റഡിയും ലക്ഷക്കണക്കിന് സെറ്റപ്പ് ആണല്ലോ. ഇതാണ് എന്റെ കിച്ചൺ. കൊള്ളാലോ. നീയാണോ ഡിസൈൻ ചെയ്തത്? അല്ല ഡാഡി, ഞാനിത് റെന്റിന് എടുത്തതാ. അത് ഈ ശരി. കാണുന്നതാ മെയിൻ ഡോർ. ആഹാ ഇതുവഴി അകത്ത് എൻ്റർ ചെയ്യാം. ഒപ്പം തന്നെ ഡൈനിങ് ഏരിയ. ആഹാ, നീ ഇവിടെ ഇരുന്നല്ലേ സംസാരിച്ചോണ്ടിരുന്നത്? അതെ ഡാഡി. Good, eh? ഗുഡ് ഗുഡ്. ദേ ഇതാണ് ലിവിംഗ് റൂം. ആഹാ, ഇവിടെയാണ് വാഷിംഗ് ഏരിയ. അത് കൊള്ളാം, അത് കൊള്ളാം. പിന്നെ ഇതാണ് എന്റെ കിടപ്പുമുറി. ഗുഡ്. മുറി മൊത്തം അലങ്കോലമാണല്ലോടാ. അതമ്മേ അൺപാക്കിംഗ് ചെയ്ത് കഴിഞ്ഞതല്ലേ. See you അതുകൊണ്ടാ tomorrow. ഇങ്ങനെ ഇരിക്കുന്നെ. Okay, Alright. bye. അമ്മ എന്തിനാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നേ? അതാരാ വരുന്നത്? അതോ അതെന്റെ ഫ്ലാറ്റ്മേറ്റ് ജോൺ. ഞാൻ പരിചയപ്പെടുത്താം. ജോൺ എന്റെ പാരന്റ്സാ. Mom and Dad. ജോൺ. ഹലോ ഹലോ ജോൺ മോനെ. ഹലോ. ഹലോ. മോനെ എവിടുന്നാ വരുന്നത്? ഞാൻ ജിമ്മിന്ന് വരിക. അല്ലല്ല, ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ മോന്റെ നാടെവിടെയാ? അങ്കിൾ ബാംഗ്ലൂർ.
ഓ ബാംഗ്ലൂർ ലൈക്ക് ദാറ്റ് ബാംഗ്ലൂർ. ഹലോ ജോൺ മോനെ. നിങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളെ പോലെ ജീവിക്കണേ. വഴക്കും ബഹളവും ഒന്നും വേണ്ട. പിന്നെ അവിടെ നീഗ്രോകളൊക്കെ ഉണ്ടല്ലേ, അവരോടൊന്ന് സൗഹൃദം കൂടല്ലേ, അകന്ന് നിന്നോണം. പറയുന്നത് കേൾക്കുന്നുണ്ടോ? അടുക്കല്ലേ? ഷുവർ ഷുവർ. എന്നാ ശരി ജോൺ മോനെ, താങ്ക് യു. എന്നാ ശരി ജോൺ മോനെ, ബൈ. ഓക്കെ ആന്റി, നൈസ് ടോക്കിംഗ് ടു യു. താങ്ക് യു. അത് മമ്മി, ഞാൻ രാവിലെ എണീറ്റുടൻ തന്നെ നിങ്ങളെ വിളിച്ചോളാം. ഇപ്പൊ നേരെ ഒരുപാടായില്ലേ, നാളെ എല്ലാ വിശേഷങ്ങളും പറയാം. ശരി മോനെ, ഒരു മിനിറ്റ്. മോനെ, പുതിയ സ്ഥലമാണ്, അഡ്ജസ്റ്റ് ആയി വരാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും. പക്ഷെ നീ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എനിക്കറിയാം ഡാഡി. ഞാനൊന്ന് സംസാരിച്ചോട്ടെ? അതിനെന്താ, ഇങ്ങോട്ട് വാ. നമസ്കാരം ചേട്ടാ, സുഖമാണോ? എടാ നവീനെ, സുഖാണോടാ? പിന്നല്ലാതെ സുഖം ചേട്ടാ. പിന്നെ ചേട്ടാ, ചേട്ടന്റെ കമ്പനിയിലെ സ്പോൺസർഷിപ്പിന്റെ കാര്യം ഒന്ന് സംസാരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും പറയും. എന്റെ വിസയുടെ കാര്യം ചിലപ്പോൾ ശരിയാക്കാൻ പറ്റുമോ? കട്ടാക്കിയോ? വീണ്ടും വൈഫൈ പ്രോബ്ലം ആയെന്ന് തോന്നുന്നല്ലോ. അത് ഈയുടെ സ്പീഡ് കൂടിയും ഈ കുറഞ്ഞൊക്കെ ആണല്ലോ അമേരിക്ക വരുന്നത്. മഹാരാജ്യത്ത് ഇങ്ങനൊരു വീടാണോ അവന് താമസിക്കാൻ കിട്ടിയത്? നിങ്ങൾ കണ്ടില്ലേ, എല്ലായിടവും കുരിശു മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല. അവൻ ഇനി വിളിക്കുമ്പോ നിങ്ങൾ പറഞ്ഞേക്കണം, എനിക്കതിൽ വലിയ ദേഷ്യമുണ്ടെന്ന്. ഞാൻ പറഞ്ഞോളാം. അതെ, ഇത് കണ്ടില്ലേ, വീണ്ടും വൈഫൈ പോയിരിക്കുന്നു. അതല്ലേ ഒന്നുകൂടെ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത്. വേഗം ഡൗൺലോഡ് ചെയ്യ്, മേടിച്ചു നോക്കണ്ട. ഓ ശിഖ ബേബി, ഐ മിസ് യു so much. ബേബി, ഐ മിസ് യു ടു. I don't want to live without you. ഞാൻ മടങ്ങി വരാൻ പോവാ. അയ്യോ, ഞാൻ നിന്റെ കൺമുന്നിലുണ്ടല്ലോ. Not enough baby. I want to touch you, feel you, hug you, kiss you. പിന്നെ ശരി മോളെ. ബൈ അമ്മ. നീ പേടിക്കണ്ട, അമ്മയ്ക്കെല്ലാം അറിയാം. പക്ഷെ നീ എന്തൊക്കെയാ പറയുന്നത്? എന്താ പറ്റിയത്? ഇപ്പൊ പോയതല്ലേ ഉള്ളൂ. ഫോക്കസ് ഓൺ യുവർ കരിയർ. എല്ലാവരും അമേരിക്കയിലേക്ക് പറക്കാൻ കാത്തിരിക്ക, പക്ഷെ നീയോ? ശിഖ, ജനങ്ങള് ഡഫറാണ്, മോശമാണ് അമേരിക്ക. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നേ. കൾച്ചർ ഇല്ല, ഫുഡ്, കോൺഫ്ലേക്സ്, എല്ലാരും ഇമോഷൻലെസ്സാ. 24 മണിക്കൂറും കട്ടൻ കാപ്പി കുടിച്ചോണ്ടിരിക്കുക. എവിടെ ചെന്നാലും ശരി കട്ടൻ കാപ്പിയുടെ മണവാ. പിന്നെ ആർക്കും ആരെക്കുറിച്ച് ചിന്തയും ഇല്ല. ഹലോ പറഞ്ഞാ തിരിച്ചൊരു ഹലോ പറഞ്ഞിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അല്ലാതെ ഇവിടെ പോലെ ഒന്നും ഒരുമിച്ച് ഇരിക്കാനോ ഒരു ചായ കുടിക്കാനോ സമയമില്ല. ശരി ശരി, അതൊക്കെ വിട്. വാട്ട് അബൌട്ട് യുവർ വർക്ക്? വർക്ക് എത്ര അധ്വാനിച്ചാലും ശരി ഈ അമേരിക്കൻ വർഗം അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. പിന്നെ നിനക്കറിയോ ശിഖ, ഈ അമേരിക്കൻസിന്റെയൊക്കെ മോശ ശീലം എന്താണെന്ന്? നോ. എക്സാക്ട്ലി, നോ. ഇവർക്ക് ഈ നോ പറയാൻ ഒരു മടിയുമില്ല. ഒരു മിനിറ്റ് നേരം ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇത് മറ്റുള്ളവർക്ക് വിഷമം തോന്നാനിടയുണ്ട്, അവരുടെ ഫീലിംഗ്സ് ഹേർട്ട് ആവുന്നുണ്ട്. എപ്പോ നോക്കിയാലും എല്ലാവരോടും നോ 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 നോ. പിന്നെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്നു ബേബി. വസ്ത്രങ്ങൾ അലക്കണം, വാക്യൂം ചെയ്യണം, പച്ചക്കറി വാങ്ങണം, ഭക്ഷണം. ചൂടുള്ള പറാട്ട. ചേച്ചി, എനിക്ക് ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. വേണ്ടാന്ന് പറഞ്ഞാലെങ്ങനെ? നല്ല ഇപ്പൊ ചൂടുള്ള വേണ്ടാന്നേ. പൊറോട്ടയാ കഴിക്ക്. ചേച്ചി, ഞാൻ പറയുന്നത് കേക്ക്. മതി ചേച്ചി, ഇനി എനിക്കൊന്നും വേണ്ട. ഈ വെണ്ണയും കൂട്ടി കഴിക്കും. അയ്യോ വേണ്ട. വികാസായിരുന്നോ? സുഖാണോ വികാസേ? സുഖം തന്നെയാ ചേച്ചി. അമേരിക്കയൊക്കെ എങ്ങനെ ഇരിക്കുന്നു? വളരെ നല്ലതാ ചേച്ചി. എന്നാ ശരി, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഏട്ടത്തി, വെണ്ണയൊന്നും വേണ്ടെന്നാ പറയുന്നേ. ബേബി, ഇങ്ങനെയൊക്കെ ആയാൽ എന്താ ചെയ്യാ? ഇനി 5 വർഷം അവിടെയല്ലേ ജീവിക്കേണ്ടത്? ഇല്ല ഇല്ല ഇല്ല, പറ്റില്ല ശിഖ. എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ മരിക്കാൻ പോകുന്ന അവസ്ഥയില. ഐ മിസ് യു. ഐ മിസ് മൈ പാരന്റ്സ്. ഐ മിസ് എന്റെ വീട്, എന്റെ ബംഗ്ലാവ്. ഐ മിസ് ചേച്ചി ഉണ്ടാക്കിയ പൊറോട്ട. Then come back. തീർച്ചയായും. തമാശയല്ല, കാര്യായിട്ടാ. നീ ഇത്രയ്ക്കും വിഷമിക്കുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, കം ബാക്ക്. അച്ഛനും അമ്മയും ഹൗ ക്യൂട്ട്. അവരുടെ മകൻ അവരുടെ അടുത്തേക്ക് മടങ്ങിയെത്തിയ പിന്നെ അവർക്ക് വേറെ എന്താ വേണ്ടത്? ബാക്കി അമ്മാവനും ചെറിയച്ഛനും ബന്ധുക്കളും അവരോടൊക്കെ പോവാൻ പറ, അവരുടെ ചെലവിനല്ല. ഓ ബേബി, നിന്റെ ഈ തോട്ട്. ഓ ശിഖ, ഐ ലവ് യു സോ മച്ച് ശിഖ. ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന നിന്നെ ഞാൻ എങ്ങനെ മിസ് ചെയ്യും മോളെ. ഐ ലവ് യു ശിഖ. പിന്നെന്തിനാ ടിൻഡർ നോക്കി പോകുന്നേ? അല്ല മാട്രിമോണി സൈറ്റിൽ നോക്കിയാലെന്താ? നോ, ഇത് വേണ്ടോ?
നോ. ഷേ, ഇത് കൊള്ളാലോ. ഗായത്രി, I think I have a bone. You must inspect. Kevin, it's for science. ഒന്ന് സമ്മതിക്കട്ടെ യാർ. You won't have to dig too deep. കെവിൻ, നിനക്കെന്താടാ പ്രാറ്റിക്, നിനക്കെന്താടാ ഭ്രാന്തായോ? ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്ക്. നിനക്കിത് മാത്രം മതിയല്ലേ? ഡോണ്ട് ഫോർഗെറ്റ്. സീ യു സൂൺ ഇൻ കമന്റ്. കമന്റ് വേണ്ട, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ഓക്കെ? ലൈക്ക് ചെയ്യോ? ഇല്ല. ഒരു കമന്റ് എങ്കിലും ഇടോ? ഞാൻ ബിസിയാ, പിന്നെ നോക്കാം. എന്നാ പോയിക്കോ. എന്റെ ഗായത്രി മേഡം, എന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നത് ടിയർ? ഞാനൊരു വീഡിയോ അപ്ലോഡ് ഒരു ചെയ്തിട്ടുണ്ട്. പെണ്ണിന്റെ കാര്യത്തിൽ ഞാനിവിടെ കിളി പോയി നിൽക്കോടാ. അപ്പോഴാ അവന്റെ ഒരു ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്ക്. ലൈക്ക് ഷെയർ കമന്റ്. ഇവന്റെ ഒരു കള്ളനായിന്റെ മോൻ. ആൻഡ് സോറി അബൌട്ട് യുവർ ബട്ടർഫ്ലൈ. എന്ത് ബട്ടർഫ്ലൈ ബ്രോ? അവര് ബട്ടർഫ്ലൈ ആണെങ്കിൽ ഈ ഞാൻ ആരാണെന്നറിയോ? ഒരു വണ്ട്. പിന്നെ ഇത് 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 പൂന്തോട്ടം. എങ്ങും പൂമ്പാറ്റകൾ പാറിപ്പറക്കുന്നു. 2 ചാറ്റ് മതി എന്റെ ബ്രോ. ബ്രാഡോ, പലതവണ ഇഗ്നോർ ചെയ്ത കാര്യമാണ്. പക്ഷേ ഇന്ന് നീ പറഞ്ഞേ പറ്റൂ. നീ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത്? അതായത് ഹൗ ഡു യു ഡു ഇറ്റ്? ഇങ്ങോടാ. അമ്പലത്തിലേക്ക് വന്നിരിക്കുന്ന ഒന്ന് തൊഴുതു വണങ്ങ്. എടാ, നീ തന്നെ തൊഴുത് പ്രാർത്ഥിച്ചാ മതി. മോനെ, എന്റെ വില്ലെപ്പോഴും എന്റെ ജോയ് പാഡിന്റെ പാസ്വേഡ് ആയിരിക്കും. ബ്രോ, യു ആർ ഗ്രേറ്റ്. ശരി, ജോയ് പാഡ് ദേവോ ഭവ. വേഗം ഒന്ന് സ്റ്റാർട്ട് ചെയ്യേ. 2 ചാറ്റ് പെൺകുട്ടികൾ ഫ്ലാറ്റ്. ശരി, ഏതെങ്കിലും ഒരു ഹോട്ട് പെണ്ണിന്റെ പേര് പറയും. ജെനിഫർ ലോറൻസ്. ജെനിഫർ ലോറൻസ്. ഓ, നമ്മുടെ റേഞ്ചിന് പറ്റിയ പേര് പറടാ. നിധി. നിധി. എനിക്ക് നിധി. നിധി ഏതാന്ന് പറ. ആ, ടോപ്പിലുള്ളതാ. 28 ഇതോ? മ്യൂച്വൽ ഫ്രണ്ട്സ്. ആ മോനെ, എന്തെങ്കിലും തെറ്റുപറ്റിയാലുണ്ടല്ലോ ഈ കൈ കൊണ്ട് നല്ലതുപോലെ മേടിക്കും. നിധി വേണ്ട. ഓ, ഇത് കൊണ്ടോ ടിയ ഓൺലൈനിൽ വന്നിട്ടുണ്ട് ബ്രോ. ഏത് ടിയ? ഇന്നലെ രാത്രി ആദ്യമായിട്ട് ചാറ്റ് ചെയ്ത പെണ്ണ. ഇന്ന് 2ാമത്തെ ചാറ്റിന്റെ അത്ഭുതം നീ കണ്ടോ? ഒന്നെങ്കിൽ ഞാൻ നമ്പർ മേടിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് വീഡിയോ കോൾ. നേരെ മിസ് യു ആണോ? യെസ്. ഇനി നോക്കിക്കോ, അവള് ചോദിക്കും വൈ. തീർച്ചയായും. ചിലപ്പോ നിനക്കിതൊക്കെ കള്ളമാണെന്ന് തോന്നും. പക്ഷെ വാണ്ടഡ് എന്നത് എപ്പോഴും വാണ്ടഡ് തന്നെ. എന്താടാ ആലിയ ജോക്ക്? ഇന്നലെ എന്തോ അല്യ എന്ന് പറഞ്ഞോണ്ടിരുന്നു. പെണ്ണിനോട് ലാസ്റ്റ് ടൈം എന്താ സംസാരിച്ചെന്ന് എപ്പോഴും ഓർത്തു വയ്ക്കണം. ഇവർക്ക് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്തു വയ്ക്കണം അത്രേ. ഇത് കാണുമ്പോൾ അവൾ വിചാരിക്കും അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലുണ്ടെന്ന്. അങ്ങനെ ഞാൻ അവളുടെ പ്രിയപ്പെട്ടവനാവും. നാശം. എടാ ദ്രോഹി, എന്താടാ ഇത്? സ്മൈലി അയച്ചിരിക്കുന്നു. ലോൽ അയക്കുമെന്നാ വിചാരിച്ച്. സ്മൈലി അയച്ച നിനക്കെന്താ പ്രശ്നം? ചിരിയിൽ എന്തുണ്ട്? ലോലല്ലേ വേണ്ടത്. രാംലാലിന്റെ ഫാമിലിയോ? കണ്ടില്ല ഏത് രാംലാലെന്ന്. ഇവളെയൊക്കെ ഇത് എന്താ? ആർ വി ഡൺ? ഒന്ന് സമാധാനപ്പെട്. ഏ? വെറും ഫോർവേഡും പൊളൈറ്റുമായ മതിയാവില്ല ബ്രോ. യു ഹാവ് ടു ബി അവൈലബിൾ. മിസ്റ്റീരിയസ്. കൺഫ്യൂസിങ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ കൺഫ്യൂഷനിൽ തന്നെ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കണം. വയലൻസ്. ആ, എഴുതിക്കോ. നീ എനിക്ക് നമ്പർ തന്നില്ലെങ്കിൽ ഞാൻ ഈ വിൻഡോയിൽ നിന്ന് താഴേക്കെടുത്ത് ചാടും. രാംലാലന്റെ ഫ്ലാറ്റിന്റെ നേരെ താഴെയായിട്ടാ ഇരിക്കുന്നേ. ഞാനിത് സെൻഡ് ചെയ്യുവേ. ചെയ്യ് ബ്രോ, നല്ല കിടിലൻ ജോക്കല്ലേ. ലോൾ. ലോൽ? കിളി വലയിൽ വീണെന്നാ തോന്നുന്നത് മോനെ. ബ്രോ, ഇത് ലോൾ അല്ല, അപമാനമാ, അപമാനം. ഞാൻ വാ അടച്ചു പിടിച്ച് 4 ജോക്ക് പറഞ്ഞാൽ ഇതിനേക്കാൾ പണിയായിരിക്കും. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എടാ, നീ എന്താടാ കരുതിയേ? ഇവരൊക്കെ സത്യവാന്റെ സാവിത്രിയാണെന്നോ? ഇവർക്കും നമ്മുടെ അതേ അവസ്ഥയാണ്. നമ്മുടെ ആവശ്യം തന്നെയാണ് അവരുടെയും ആവശ്യം. പക്ഷെ പേര് മാത്രം വ്യാജമായിരിക്കും. അത് ശരി. ഇത്രയും ഡെസ്പറേറ്റ് ആണെങ്കിൽ നിനക്കൊട്ടും പേടി തോന്നില്ലേ? അവർ നിന്റെ പുറകെ വന്നാലോ?
വീണ്ടും മണ്ടത്തരം എഴുന്നള്ളിക്കല്ലേ. കെവിൻ, നിനക്ക് പറയാൻ പറ്റുമോ ഈ 21st സെഞ്ചുറിയിലെ ഏറ്റവും ബെസ്റ്റ് ജോയിന്റ് വെഞ്ചർ എന്താണെന്ന്? അത് ഡെസ്പോ സ്ത്രീകളും പിന്നെ വെബ് വേൾഡും. ഉം. എത്ര പെട്ടെന്ന് ഇവരെ ഹണ്ട് ചെയ്യുന്നുവോ അത്രയും പെട്ടെന്ന് ഇവരെ ഒഴിവാക്കുകയും വേണം. അതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് വേണം. അതിൽ 90% നമ്മളെപ്പോലെ ആയിരിക്കും. ഹലോ, ഹായ്, ബൈ ബൈ. പിന്നെ ബാക്കിയുള്ളവർക്ക് സിമ്പിളും ലളിതവുമായ ഉപായങ്ങളുണ്ട്. ഒന്നാമത്തേത്, കാര്യം കഴിഞ്ഞാൽ പിന്നെ പെണ്ണിനെ അൺഫ്രണ്ട് ആക്കണം. അവരിനി വേണ്ട. രണ്ടാമത്തേത്, നമ്മുടെ പ്രൊഫൈൽ സെറ്റിംഗ്സ് പ്രൈവറ്റ് ആക്കണം. പിന്നെ ആർക്കും നമ്മുടെ വാളിൽ ഒന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല. മൂന്നാമത്, നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ് എപ്പോഴും ഹിഡൻ ആയിരിക്കണം. പിന്നെ നാലാമത്തേത്, ഒരു കാരണവശാലും വീടിന്റെ അഡ്രസ് ആഡ് ചെയ്യരുത്. പിന്നെ 2 ഫോൺ യൂസ് ചെയ്യണം. ഒന്ന് വെബ് വേൾഡിന് വേണ്ടി, പിന്നെ ഒന്ന് റിയൽ വേൾഡിന് വേണ്ടി. പിന്നെ I will be right back. മിസ്റ്റീരിയസ്. Yes. ഉം. പിന്നൊരുത്തിയുണ്ടായിരുന്നു, പൂജ. ഏത് പൂജ? എടം വാണ്ടാ. ഈ എക്സ്പ്ലോഷൻ ഡെസ്പോ സ്ത്രീകളുണ്ടല്ലോ, അവരുടെയൊക്കെ നേതാവ്. ഓ, വെവ്വേറെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വ്യത്യസ്ത ഐഡിയകളൊക്കെ ഉണ്ടാക്കി മെസ്സേജസ്, വീഡിയോ കോൾ, പോക്ക് എല്ലാം ചെയ്യുന്നവൾ. ബങ്കർ, ജോയ് പാഡ്, അവൾക്കറിയാത്തതായി ഒന്നുമില്ല ബ്രോ. അവളെന്നെ ഭയങ്കരമായി ദ്രോഹിക്കുന്നടാ. സൗണ്ട്സ് ഡിസ്കസ്റ്റിംഗ്. ടിയാ. ഓ, ടിയ, ടിയ, ടിയ. ടിയ. No, 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 no. ബ്രോ, ആ ലൈക്ക് ഷെയർ കമന്റ് മറക്കല്ലേ. പിന്നെ ബെല്ലൈക്കണും അമർത്താൻ മറക്കല്ലേ. എന്താടാ? ഹോർണി ആർക്കും മാറ്റാൻ പറ്റില്ല അല്ലേ? വാവ്. മമ്മി, Help me, please, somebody help me, Huh? please, help me, somebody. Hi, hello, hi. Hi. Yes. I'm Thank live. you. Hi. Thank God, I need you to help me. Yeah. Please, Tell me. please call 911. Please help me. Yeah. Wait. You have to help me, please. Call 911. Calling. 911. വൈകിക്കരുത്. പക്ഷെ Please call. നമ്മളിവിടെ You have 100-ലല്ലേ to വിളിക്കുക? help me. Please tell them that I need some help. Tell them that I what? need someone. I need some help. Yeah. Tell them what? Tell them that I need someone to open my bra. Huh? Can you open my bra? Yeah. Sorry, honey. Members only. $1,000. ബിഗ് ബ്രോ, Hey Kev. ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഷെയർ കമന്റ് ചെയ്യണം. വൈകി പോവല്ലേ? Hey big brother, I miss you. 3 വർഷമായില്ലേ നിങ്ങൾ അബ്രോഡ് പോയിട്ട്. എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? വല്ലപ്പോഴും. നീ ഇങ്ങനെയല്ലേ സംസാരിച്ച് തുടങ്ങാറുള്ളത് മോനെ? സത്യമല്ലേ? ഹേയ്. ഹേയ് ബിഗ് ബ്രോ, എത്ര വർഷങ്ങളായി ചേട്ടൻ അബ്രോഡ് പോയിട്ട്. ഐ മിസ് യു. ഇനി എന്നാ stop it, മടങ്ങി Kev. വരിക? പ്ലീസ് വേഗം ചെന്ന് എന്റെ Stop വീഡിയോ it, കണ്ട് ലൈക്ക് Kev. ഷെയർ കമന്റ് ചെയ്യണേ. ബോസ്റ്റണിൽ ചേട്ടനാ എന്നോടാ ചെയ്യേണ്ടത്. പറഞ്ഞത് ട്രെൻഡിങ് നിർത്താൻ. നമ്പർ 1. Will you stop it? നീ ഇങ്ങനെ വീഡിയോ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യല്ലേ ബ്രോ?
പുറത്തേക്കിറങ്ങ്, കൂട്ടുകാരെ ചെന്ന് കാണ്. ഗെറ്റ് എ റിയൽ ജോബ് മാൻ. മീറ്റ് സം കൂൾ ഗേൾ മേ ബി. ബ്രോ യു ആർ നോട്ട് കൂൾ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ്. I am not cool enough. Your elder brother is not cool enough. You know what, Kev? I go to Hey, Kev. Kevin. ദീപാലിഷ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ദീപാലിഷ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ദീപാലിഷ എന്നെ ഫോളോ Kevin, ചെയ്യാൻ തുടങ്ങി. bro. ദീപാലിഷ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. 50 തവണ റിഫ്രഷ് ചെയ്താലേ ഫോളോ ചെയ്യാൻ തുടങ്ങൂ എന്നാണല്ലോ ഞാൻ കേട്ടത്. ഇവിടെ 47-ൽ തന്നെ കാര്യം നടന്നല്ലോ. ദീപാലിഷ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട ഗ്രാമവാസികളെ ശ്രദ്ധിക്കൂ. 2 ദിവസം ഹോളിഡേ ആയിട്ട് നിങ്ങൾ ആഘോഷിക്കൂ. ദീപാലിഷ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇനി എന്താ? കെവിൻ ഫീഡ് ദീപാലിഷ, ദീപാലിഷ ഫീഡ് കെവിൻ. കൊളാം ചെയ്യും, ജാം ചെയ്യും. എന്റെ അമ്മോ, ഞാൻ വൈറലാവും. വൈറൽ. ദീപാലിഷ, ദീപാലിഷ. വയർലെസ് ദേവി, എന്റെ വയർലെസ് ദേവി. കണക്ഷൻ എന്റെ ഭഗവതി Kevin, കാക്കണേ. bro. All right, Kevin. Relax, dear. Relax. ബ്രോ, ദീപാലിഷ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ബ്രോ, ഫൈനലി. Okay, relax. Relax. That's a girl, right? Huh? Tell me more. നോട്ട് എ ഗേൾ. ഒരു സ്റ്റാർ ആണ് അവള്. ദീപാലിഷ? ഏത് മൂവിയിലുള്ളത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദീപാലിഷ ബ്രോ, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ ആണ് അവൾ. SRKനേക്കാളും വലുതാ. അവളെ പോളോ ഗ്രിഡിൽ നോക്കൂ, ജോയ് പാഡിൽ നോക്കൂ. അവളുടെ ഓരോ പോസ്റ്റിലും ലക്ഷക്കണക്കിന് ലൈക്സ് ആണ് വരുന്നത് വിത്തിൻ സെക്കൻഡ്സ്. അവളുടെ പോസ്റ്റുകൾ, വീഡിയോസ്, അതുപോലെ വ്ളോഗ്സ്, ദേ ആർ ദ കൂളസ്റ്റ്. അവൾക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് ബ്രോ. പക്ഷെ അവൾ എന്റെ ഫോളോവർ ആകുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. But your brother has done it. മോനെ, സത്യത്തിൽ ഈ പറയുന്ന സൈബർ സ്റ്റാർസ് ആരാണെന്ന് നിനക്കറിയോ? റിയൽ ലൈഫിൽ അവർ ലൂസേഴ്സ് ആയിരിക്കും. സത്യം പറയാണ്, മോസ്റ്റ് ഓഫ് ദർ ഫ്രണ്ട്സ് ആർ JPEGs ബ്രോ. ഏട്ടനുണ്ടല്ലേ ജോയ് പാഡില്? പക്ഷേ ഞാൻ മാസത്തിൽ 1 തവണയാണ് ചെക്ക് ചെയ്യുന്നത്, 1 സെക്കൻഡിൽ 4 തവണയല്ല. പ്ലീസ് സ്റ്റോപ്പ് ബ്രോ. ഞാൻ എന്താ എഴുതേണ്ടത്? ഡിയർ ജിബാലി, യു ആർ മൈ മെന്റർ. താങ്ക്സ് ഫോർ കണക്ടിങ് മൈ ആൻഡ്രോയിഡ് വിത്ത് യുവർ ഐഫോൺ ബ്ലൂടൂത്ത്. ഇത് വേണ്ട വേണ്ട വേണ്ട. വേറെ നോക്കാം. ദീപാലിഷ. Hi guys. My God. 2.7 million, 1.2 billion people have liked this. 2.1 billion people have liked this. Wow! What? Mad! Crazy video posted a day ago. Hi guys.